السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് വീഡിയോകൾ കാണാനിടയായി. മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖലീൽ ബുഖാരി തങ്ങളുടെ മഅ്ദനിൽ വെച്ചാണെന്ന് തോന്നുന്നു ഒരു പൊതുപരിപാടിയിൽ ബഹുമാന്യനായ മർഹൂം KM മൗലവി അവറുകളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് മുസ്ലിയാക്കന്മാർ കുറേ വീഡിയോകൾ ചെയ്യുന്നത് കാണാനിടയായി. അതിൽ അദ്ദേഹത്തെ പാണക്കാട് തങ്ങളങ്ങനെ KM മൗലവിയെ പോലെയുള്ള ഒരു മുജാഹിദ് നേതാവിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം ഈ സംസാരിക്കുന്ന മുസ്ലിയാരുടെ കാഴ്ചപ്പാടിൽ നരകത്തിൽ പോകുന്ന ആളാണ്. അതായത് സംസാരിക്കുന്നത് കാസിമിയാണ്. കാസിമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലാത്ത ആരും തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എപ്പോൾ നേതാവാക്കണം എന്ന് തോന്നുന്നോ ആ നേതാവാക്കുന്നവരും. ഇപ്പോൾ അദ്ദേഹം ഈ വീഡിയോയിൽ നേതാവാക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ്. പല പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ നേതാവെന്ന്. മുമ്പൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കാസിമി മൂത്തേടത്തിന് ആരെ കാഫറാക്കണമോ അപ്പം കാഫറാക്കും, ആര് നരകത്തിലാണോ അപ്പം നരകത്തിലാക്കും. കാരണം അദ്ദേഹത്തിന് അതിനൊക്കെ കഴിയും. എന്തുകൊണ്ട്? അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പണ്ഡിതനാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ബാക്കി അദ്ദേഹത്തെ അറിയുന്ന, ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കേരളത്തിലുള്ള എല്ലാ പണ്ഡിത ലോകങ്ങളുടെയും പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണോ അല്ലയോ എന്ന ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം തികഞ്ഞ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത മറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന ജിന്നുകൾ വരെ നേരിട്ട് സംസാരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അത് മാത്രമല്ല, മറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി റസൂലുള്ള പോലും ഡേറ്റ് പറയാത്ത കാര്യങ്ങൾക്ക് കൃത്യമായി തീയതി പറയാൻ വരെ കഴിവുള്ളയാളും അങ്ങനെ പറയുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹമാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ KM മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്ത് വിവരം? മുബത്തദികളായ ആളുകളെ ബഹുമാനിക്കൽ വളരെ അങ്ങേറ്റം മാരകമായ തെറ്റാണ്. അത് മാരകമായ തെറ്റാണെന്നും ഇസ്ലാമിനെ പൊളിച്ചവരെ പോലെയാണെന്നൊക്കെ സഖത്ത് എന്നൊക്കെ പറഞ്ഞ ഹദീസ് പുള്ളിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ജിഫ്രി തങ്ങൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഹദീസിനെ കുറിച്ച് പുള്ളി കേട്ടത്. അപ്പോൾ അതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലേഖനത്ത് ജിഫ്രി തങ്ങളുടെ മേലാണ് ആദ്യം ഉണ്ടാകുക എന്നും കൂടി പുള്ളി പറയുന്നുണ്ട്. കാരണം എന്താ? ആലിമ് മൗനം ദീക്ഷിച്ചാൽ മൗനം ദീക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ ഇത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വെളിവാക്കി പറയണം. അത് പറയാതിരുന്നത് ജിഫ്രി തങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് സംസാരിച്ച് അവസാന ഷോർട്ട്ലി ആകത്തുക പറഞ്ഞാൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വിവരമില്ല, പഠിച്ചിട്ടില്ല, വിവരക്കേട്. ആ വിവരക്കേടിൻ്റെ അങ്ങേയറ്റം കൊണ്ടാണ് ഈ കർമ്മം അദ്ദേഹം ചെയ്യാൻ ഇടയായത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഈ KM മൗലവി എന്ന് പറയുന്ന ആളൊരു വെറും ബുദ്ധിമുട്ടുകാരനല്ല, അക്രമിയാണ്. അഖില ലോക അക്രമിയാണ്. പ്രശസ്തനായ, പ്രസിദ്ധനായ, വളരെയേറെ പ്രസിദ്ധി നേടിയ ഒരു അക്രമിയാണ്. വളരെ മോശപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും ആണ് എന്നാര് പറയുന്നു? കാസിമി പറയും.
അത് കാസിമിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള KM മൗലവി മുജാഹിദ് സ്ഥാപിച്ച ആളാണ്, അല്ലെങ്കിൽ മുജാഹിദിൻ്റെ ആദ്യകാല നേതാക്കന്മാരിൽ വളരെയേറെ പ്രശസ്തനാണ്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക വഴി അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നത് അപകടകരമായ ഒരു കാര്യമാണ് എന്നാണ് ഈ കാസിമിയുടെ കണ്ടുപിടുത്തം. കാസിമി ഗവേഷകനാണല്ലോ, വളരെയധികം ഗവേഷണം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഗവേഷണം ചെയ്തിട്ടാണല്ലോ ഈ മറ്റേ ഇമാം മഹദി വരുന്ന ഡേറ്റൊക്കെ കൃത്യമായിട്ട് പറയണത്. 6-7 കൊല്ലത്തിനുള്ളിൽ വരും, ഇന്ന ദിവസം വരും എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഗവേഷണം ആയതുകൊണ്ടാണ്. മാത്രമല്ല, അദ്ദേഹം പ്രസംഗിക്കുന്ന സ്റ്റേജിൽ നേരിട്ട് ജിന്ന് കയറി വന്നിട്ട് ഈ കാക്കമാരൊക്കെ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് 5000 രൂപ സംഭാവന എന്ന് പറയുന്നത് പോലെയും ഒരു ദുആ ചെയ്യണമെന്ന് പറയുന്നത് പോലെയും ഈ കാസിമി പ്രസംഗിക്കുന്ന സ്റ്റേജിലേക്ക് നേരെ ജിന്ന് കയറി വന്ന് കാസിമിനോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് സുഖമാണോ നാട്ടിലൊക്കെ എന്നൊക്കെ ചോദിച്ച് പോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അദൃശ്യജീവികളായ ജിന്നുകളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ നേരിൽ സംസാരിക്കുന്ന വളരെയേറെ ഒറ്റപ്പെട്ട ചില കഴിവുകൾ വരെ നേടിയിട്ടുള്ള വലിയൊരു പ്രഭാഷകനും പണ്ഡിതനുമാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പലതിനെയും പുച്ഛിച്ച് സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. കാരണം എന്താ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പുള്ളിക്കറിയാം. കാബത്തെ പറഞ്ഞപ്പോഴും കാബവും പുള്ളി നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബീനെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെന്താ, അതിലൊക്കെ അപ്പുറത്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ആൾക്ക് ഇതൊക്കെ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ ഇതൊക്കെ അംഗീകരിക്കേണ്ട കാര്യം എന്തിരിക്കണം? അപ്പോൾ ആ രീതിയിലൊക്കെ പലതും ചെയ്തിട്ടുള്ള നമ്മുടെ കാസിമി, ഈ അടുത്ത കാലത്ത് വേറെ എന്തൊക്കെയോ വിവാദങ്ങൾ പ്രസംഗിച്ചു പോയിട്ടുള്ള നമ്മുടെ കാസിമി ഇപ്പോഴും പറയുന്നത് ഇതാണ്. അതായത് തങ്ങൾ ചെയ്തത് വലിയ സബുൽ മുബിക്കാത്താണ്, വലിയ തെറ്റ്, വളരെ മാരകമായ തെറ്റ്. എന്തുകൊണ്ട്? മുജാഹിദല്ലേ, KM മൗലവി മുജാഹിദല്ലേ, KM മൗലവി മുജാഹിദാണ്. അപ്പോൾ മുജാഹിദുകാരെ പള്ളി മുജാഹിദ് അത് പാടില്ലല്ലോ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ഒരിക്കലും തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ലാത്തവരാണ്. വേറൊരു മൊയ്ലിയാർ പറയുന്നുണ്ട്, ഞാൻ ഈ മൊയ്ലിയാരുടെ ഒന്നും പ്രസംഗം എൻ്റെ ഈ പ്രസംഗത്തിനിടയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ ആ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവരാണ്. കണ്ടിട്ടാണല്ലോ എന്നോട് പറയുന്നത് ഇങ്ങനെയൊരു പ്രസംഗം കേട്ടു രണ്ടാർക്കര ഉസ്താദെ, അതിനെതിരെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നോട് പറയുന്ന കാരണം എന്താ, നിങ്ങൾ ആ വീഡിയോ കണ്ടതുകൊണ്ടാണ്. ആ രീതിയിൽ എന്നോട് ഒരാൾ 1-2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു വീഡിയോ ചെയ്യണമെന്ന്. എന്തിനെ പറ്റി? ഒരു മൊയ്ലിയാരം കണ്ട് പ്രസംഗിച്ചു. എന്തെന്ന്? മുജാഹിദ് സലഫി വിഭാഗത്തിൽപ്പെട്ട പുതിയ പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ ആരെങ്കിലും അയൽവക്കത്ത് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവിടെ നിങ്ങൾ സന്ദർശിക്കാൻ പാടില്ല. രോഗികളെ സന്ദർശിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പുത്തൻ പ്രസ്ഥാനക്കാരുടെ സലഫികൾ ഉൾപ്പെടെയുള്ളവരുടെ രോഗികളെ സന്ദർശിക്കാൻ പാടില്ല. തികച്ചും തെറ്റാണ്. ഇനി ആ സ്ഥാനത്ത് സുഖമില്ലാതെ കിടക്കുന്ന ഒരു RSSകാരനാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ അത് ഒരു BJP കാരനാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. മറിച്ചൊരു മുജാഹിദ്, ഒരു സലഫി, ഒരു ജമാഅത്ത്, ഒരു ഇവരൊന്നും ഇവരാണ് സുഖമില്ലെങ്കിൽ ആ പരിസരത്ത് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് ഒരു മുസ്ലിയാർ ഈ അടുത്ത കാലത്ത് പ്രസംഗിക്കുന്നത് കേട്ടു എന്നും പറഞ്ഞു ഒരുത്തൻ പറഞ്ഞു. ഞാനും കേട്ടു. അത് ഒരുത്തൻ എന്നോട് കേൾക്കാൻ പറഞ്ഞിട്ടത് ഞാനും അത് കേട്ട്. പിന്നെയും അയാൾ പറയുന്നുണ്ട്, അയൽവക്കത്ത് താമസിക്കുന്ന മുജാഹിദാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കരുത്, അവർ സുഖമില്ലാതിരുന്നാൽ അവരെ കാണാൻ പോകരുത്, അവർ മരിച്ചു എന്ന് കേട്ടാൽ മയ്യത്ത് നമസ്കരിക്കരുത്. ഈ പറഞ്ഞ ഒരു പരിപാടിയും അയൽവാസിയായ മുജാഹിദിൻ്റെ മേൽ ചെയ്യാൻ പാടില്ല എന്ന് കർശനമായി ഈ മൊയ്ലിയാർ വിലക്കുന്നുണ്ട്. പക്ഷെ മൊയ്ലിയാരുടെ വിലക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മൊയ്ലിയാർ ദുബായിൽ പോയാൽ, മൊയ്ലിയാർ ബോംബെ പോയാൽ, മൊയ്ലിയാർ മറ്റേ അയൽവക്കത്ത് പോയാൽ ഈ മുജാഹിദിൻ്റെ കല്യാണത്തിന് പോകും, ബിരിയാണി കഴിക്കും. ഈ മൊയ്ലിയാരുടെ പെങ്ങളെയോ സ്വന്തക്കാരെയോ മുജാഹിദ് കല്യാണം കഴിക്കുവാണെങ്കിൽ മൊയ്ലിയാർക്ക് ഒരു വിരോധവും ഇല്ല. കല്യാണം ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരുന്നതിനും വിരോധമില്ല. വളരെ വളരെ പ്രശസ്തരായ ഒരുപാട് മുജാഹിദുകാർ, ഒരുപാട് തബ്ലീഗുകാർ, ജമാഅത്തുകാർ, അവരുടെ പെങ്ങന്മാരെ കെട്ടിച്ചതും മകളെ കെട്ടിച്ചതുമായ ബന്ധങ്ങൾ ഉള്ളതിൻ്റെ പട്ടിക നിരത്തി വയ്ക്കാൻ നമുക്ക് കഴിയും. ഒരുപാടുണ്ട്.
വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും തീവ്രമായ ഇത്തരം കാഴ്ചപ്പാട് പ്രസംഗിക്കുന്ന മൂല്യന്മാരോ അവർ പല കാര്യങ്ങൾക്കും സ്ഥാപനത്തിന് പിരിവിനൊക്കെ ചെന്നാലോ ഒരു മുജാഹിദിനും അവിടെ അയിത്തമില്ല, ജമാഅത്തിനും അയിത്തമില്ല, ആരുടെയും അയിത്തമില്ല. ചെല്ലുക, കാശ് ചോദിക്കാൻ മേടിക്കാൻ പോരുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഈ മൈക്കിൻ്റെ മുന്നിൽ വന്നാലോ അവർക്ക് അയിത്തമായി മുജാഹിദിനെ കണ്ടുകൂടാ, ജമാഅത്തിനെ കണ്ടുകൂടാ, തബ്ലീഗിനെ കണ്ടുകൂടാ, സലാം പറഞ്ഞുകൂടാ, മയ്യത്ത് നിസ്കരിച്ചുകൂടാ, ഒക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ ഇത് വിലപ്പോയിട്ടില്ല, അത് വേറെ കാര്യം. വിലപ്പോകണ്ടേ? വിലപ്പോയിട്ടില്ല. ഇന്നും മുജാഹിദുകാരനായ ഒരു മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ പോവുകയും ചെയ്യും, മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്യും. ഇവിടെ എങ്ങനെയാ പതിവ്? കേരളത്തിൽ ഞാൻ കണ്ടുവരുന്നതാ. മുസ്ലിം ഒരു മുജാഹിദിൻ്റെ മയ്യത്താന്ന് പറഞ്ഞ ഒരു മുസ്ലിമോ നിസ്കരിക്കാതെ മാറി നിൽക്കുന്ന സംഭവമേ നമ്മൾ കണ്ടിട്ടില്ല. തബ്ലീഗിൻ്റെയും കണ്ടിട്ടില്ല. തബ്ലീഗിൻ്റെ അങ്ങനെയാണല്ലോ ഇബ്രാഹിം, ഈ അടുത്ത കാലത്ത് മരിച്ച ഇബ്രാഹിം ഹാജി, മഞ്ചേരിയിൽ തബ്ലീഗ് കോളേജൊക്കെ നടത്തുന്നത് ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിച്ച ഇവിടുത്തെ സുന്നികളെല്ലാവരും, തീവ്ര സുന്നികളും അവിടെ പോയി മയ്യത്ത് നിസ്കരിക്കുകയും മറ്റ് കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ആരും പോകാതിരിക്കുകയോ മാറി നിൽക്കുന്നോ ഒന്നും നമ്മുടെ അനുഭവത്തിലില്ല. സുഖമില്ലാതെ കിടന്നാലോ സുന്നി നേതാവ് സുഖമില്ലാതെ കിടന്നാൽ മുജാഹിദുകാരൻ പോകും, മുജാഹിദുകാരൻ സുഖമില്ലാതെ കിടന്നാൽ സുന്നി ഇവിടെ അയിത്തമില്ല. ഈ കാസിമിക്ക് പറയാമെന്നല്ലാതെ, കാസിമി വായിലെ വെള്ളം പറ്റിക്കാമെന്നല്ലാതെ, കാസിമി പറയുന്നത് ഇവിടെ അനുസരിക്കാൻ ഇവിടെ ഒരു കാക്കാനെയും ഇതുവരെ കിട്ടിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ കാസിമിക്ക് പറയാനുള്ളത് തങ്ങന്മാരുടെ പുറത്തേട്ട് കയറാം. കാരണം പാണക്കാട് തങ്ങന്മാർ അതെന്താ, ഈ ലീഗിൻ്റെ ഈ കൊഴുപ്പും ലീഗിൻ്റെ ഈ മെഴുപ്പും ലീഗിൻ്റെ ഈ ബഹുജന അംഗീകാരവും കാണുമ്പോൾ ഈ കാസിമി പോലെയുള്ള കുറേ ആളുകൾക്ക് കുരു പൊട്ടുക, വല്ലാതെ അങ്ങോട്ട് കുരു പൊട്ടി ഒലിക്കുക. ഇവർ ഈ ലീഗിൻ്റെ ഈ വളർച്ച, ലീഗിൻ്റെ ഈ പ്രവർത്തനം, ലീഗിൻ്റെ ഈ വീട് ഭവന പദ്ധതി, ശിഹാബങ്ങളുടെ പേരിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക. അതുപോലെ ഇത്തവണ നമ്മുടെ മുണ്ടക്കൈയിലും മറ്റുമൊക്കെ വയനാട്ടിൽ ഉരുൾ പൊട്ടി. എല്ലാം മനസ്സുള്ള മനുഷ്യരും, മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഹൃദയം, ആ ഹൃദയമുള്ള മുഴുവൻ ആളുകളും നൊമ്പരപ്പെട്ട് കരഞ്ഞ വേദനിച്ച ആ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഇവിടെ സർക്കാരുണ്ട്, സർക്കാരെതിര ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഇവിടുത്തെ ആരെയും കിട്ടിയിട്ടില്ല. സർക്കാരിനെ പ്രശംസിക്കാനും ആരുമില്ല, മറ്റ് സംഘടനകളുടെ ഈ പ്രവർത്തനത്തെയും പ്രശംസിക്കാൻ ആരുമില്ല. മറിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെ ഒരുപാട് പ്രശംസിക്കാൻ ഒരുപാട് ചിന്തകന്മാർ, ബുദ്ധിജീവികൾ രംഗത്ത് വന്നത് നമ്മൾ കാണാനിടയായി. സാജൻ സ്കറിയ എന്ന മറുനാടൻ മലയാളി, ഞാൻ ഏതോ ഒരു വീഡിയോ ചെയ്തതിനും മറുപടിയിൽ എന്നെ അദ്ദേഹം ഒരുപാട് നിർത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹവും മുസ്ലിം ലീഗിൻ്റെ ഈ കോടി പിരിവിലേക്ക് ലക്ഷമാണെന്ന് തോന്നുന്നു കൊടുത്തുകൊണ്ട്, സംഭാവന കൊടുത്തുകൊണ്ട് അദ്ദേഹവും അതിനെ പ്രോത്സാഹിപ്പിച്ചു. എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മറുനാടൻ മലയാളി എന്ന സാജൻ വർഗീസ് പറഞ്ഞത് അവിടെ കൊടുത്താലേ ഉദ്ദേശിച്ചോടത്തിലെത്തുള്ളൂ എന്നാ. മുസ്ലിം ലീഗിൻ്റെ ഈ ഫണ്ടിലേക്ക് പൈസ ഇട്ടാൽ അത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും, പാവങ്ങൾക്ക് കിട്ടും, ആ നിരാലംബർക്ക് കിട്ടും, വിഷമിക്കുന്നവർക്ക് കിട്ടും, വീടില്ലാത്തവർക്ക് കിട്ടും. മറ്റുള്ളവരൊന്നും യഥാവിധി കൃത്യമായി എത്തിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എത്തുമെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പലരും, അങ്ങനെ സിനിമാ മേഖലയിലുള്ള പലരൊക്കെ പറയുകയുണ്ടായി. അത് അവസാനം എത്ര അത്ഭുതകരമായിട്ടാണ് ചെയ്തത്. സർക്കാർ 10,000 രൂപ വെച്ച് കൊടുത്തപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം 15,000 രൂപ, 60 എത്രയോ ആളുകൾക്ക് ഓരോരുത്തർക്കും 15,000, ജീപ്പ് നഷ്ടവർക്ക് ജീപ്പ്, ഓട്ടോറിക്ഷ പോയവർക്ക് ഓട്ടോറിക്ഷ, സ്കൂട്ടർ പോയവർക്ക് സ്കൂട്ടർ, വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, എല്ലാം കൊടുത്തു. ആ പ്രവർത്തനത്തെ മുക്തകണ്ഠം ഇവിടുത്തെ ജനങ്ങൾ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുസ്ലിം ലീഗിനെയും അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പാണക്കാട്ട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ ഒന്ന് ഇകഴ്ത്തി ആ പ്രസ്ഥാനത്തെ ഒന്ന് ഇല്ലാതാക്കി ഒന്ന് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കണമെന്ന് ഈ കാസിമി ഉൾപ്പെടെ കുറേ തീരുമാനമെടുത്ത കുറേ മൊയിലിയാക്കൂട്ടമുണ്ട്. അവർക്ക് അറിയില്ല നമ്മൾ കല്ലേക്ക് അടിച്ച് വെറുതെ പല്ല് കളയുക എന്ന് ഇതുവരെ ബോധം വന്നിട്ടില്ല.
ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഈ ഓരോ പാർലമെന്റ് വരുമ്പോഴും പൊന്നാനിയിലും മഞ്ചേരിയിലും ആരെങ്കിലും നിർത്താറുണ്ട്. അപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. എന്താ സംഭവിക്കണത്? തങ്ങൾ പറയുന്നിടത്തും കുഞ്ഞാപ്പ പറയുന്നിടത്തിലും ആളുകൾ വോട്ട് ചെയ്യും. തങ്ങൾ പറയുന്നിടത്തും കുഞ്ഞാപ്പ പറയുന്നിടത്തും ആളുകൾ വോട്ട് ചെയ്യും. ലക്ഷം വോട്ടാണ്, 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ പാർലമെന്റിലെങ്കിൽ ഈ പ്രാവശ്യം അത് 3 ലക്ഷം ആകും. ഇനി അടുത്ത പ്രാവശ്യം അത് 5 ലക്ഷം ആവും. ഇങ്ങനെ വർദ്ധിച്ചു വരികയല്ലാതെ ഒരു വോട്ട് കുറയ്ക്കാൻ ഈ വിഘടിത സുന്നികളും ഷജറുകളും ഒക്കെ ശ്രമിച്ചിട്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതാണ് മുസ്ലിം ലീഗ്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? കൊള്ളാവുന്നവർ അതിൻ്റെ മുന്നിലൊന്ന് പ്രവർത്തിച്ച് സ്ഥാപിച്ചതാണ്. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ബഹുമാന്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, നിഷ്കളങ്കനും വളരെയധികം സൂക്ഷ്മദൃഷ്ടിയിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയും ചെയ്ത ബഹുമാന്യനായ KM മൗലവി. KM മൗലവി അക്രമിയാണത്രേ. ആരാ നിങ്ങളോട് ഈ KM മൗലവി അക്രമിയാന്ന് പറഞ്ഞത്? KM മൗലവി അക്രമിയാന്ന് ആരാ? അക്രമിയാണെങ്കിൽ തന്നെ നല്ല മനുഷ്യന്മാരായ ശിഷ്യന്മാരുടെ ദുആ ഉണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടൂലേ? കാസിമിയോടാണ് ഞാൻ ചോദിക്കണത്. കാസിമി അദ്ദേഹം ഒരു മോശപ്പെട്ടവനാണ്. അദ്ദേഹം വലിയ സബീഉൽ മുബിക്കാത്തൊക്കെ ചെയ്തു. എന്താണ് അദ്ദേഹം ചെയ്ത സബീഉൽ മുബിക്കാത്ത്? മുസ്ലിം ലോകത്തിനൊന്ന് വായിക്കണമെന്ന് വായിക്കാൻ പോലും നിവൃത്തിയില്ല. അങ്ങനെ ഇരുന്ന കാലത്ത് അദ്ദേഹം കുറച്ച് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചോ. ചന്ദ്രിക എന്ന് പറഞ്ഞൊരു ദിനപത്രം ഇവിടെ തുറന്നു, ദിനപത്രം പുറത്തിറക്കി. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഈ KM മൗലവിയാണ്. അതൊരു വലിയ തെറ്റായി പോയി. പിന്നെ അടുത്ത് അദ്ദേഹം ചെയ്തൊരു വലിയ തെറ്റുണ്ട്. അതെന്താ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. ഇടയിലില്ലാതെ ആട്ടും പറ്റം പോലെ ചിന്നിച്ചിതറിയിരുന്ന ഈ സമുദായത്തെ ഒരു ചരടിൽ കോർത്തുകൊണ്ട് ഒരു നേതൃത്വത്തിന് കീഴിലായി കൊടിയെടുക്കാൻ പഠിപ്പിച്ച്, സമരം ചെയ്യാൻ പഠിപ്പിച്ച്, അവകാശം ചോദിച്ചു വാങ്ങാൻ പഠിപ്പിച്ച്, നിയമം നിർമ്മിക്കുന്ന നിയമസഭയിൽ കയറിപ്പോകാൻ പഠിപ്പിച്ച്, ഭരണം നടത്താൻ പഠിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ എത്താൻ ഈ സമുദായത്തിന് ഒരു ഉണർത്തു പാട്ടുപാടിക്കൊടുത്ത മഹാനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട KM മൗലവി. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു തുടക്കം മുതൽ. മരിക്കുന്നവർ 1964 ഈ പറയപ്പെടുന്ന ബഹുമാന്യനായ KM മൗലവി മരിക്കുമ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ആ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന KM മൗലവിയെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഏറ്റവും അർഹൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാ. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിച്ച്. പിന്നെ നിങ്ങളെ വിളിക്കാൻ എന്താണെന്നറിയ കാസിമി, നിങ്ങൾക്ക് പ്രകാശനം എന്താ, പുസ്തകം എന്താ, KM മൗലവി എന്താണെന്ന് നിങ്ങൾക്ക് തിരിയില്ല. നിങ്ങൾക്ക് അത്തും മുത്തുമില്ല. നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ചു പറയും. മഹദി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ജിന്ന് വീട്ടിൽ വന്നു, നബി എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തേ. മനസ്സിലായോ? അത് ഉദ്ഘാടനം ചെയ്യാൻ അർഹനായ ഒരാൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലാതെ പാണക്കാട് കുടുംബം അല്ലാതെ ഒന്നില്ലടോ കാസിമി. വേറെ ഒരു കുടുംബം ഇല്ല അതിന് പറ്റിയവർ. ഇത് ആരാന്നറിയില്ല. ഈ സാധനം ലീഗ് ഉണ്ടാക്കിയ ആളാ. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാ. ചന്ദ്രിക ദിനപത്രം ഇവിടെ ഉണ്ടാക്കിയ ആളാ. മുസ്ലിം കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച ആളാൾ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ KM മൗലവി മരണപ്പെട്ട് 1964. ഇത്രയും കൊല്ലമായിട്ട് ഇന്നേ വരെ ജനഹൃദയത്തിൽ നിന്നും അദ്ദേഹം പോയിട്ടില്ല. ജനഹൃദയത്തിൽ ഇന്നും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യനോടൊരു പക്ക സുന്നിയായ ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുക, KM മൗലവിനെയൊക്കെ മോശപ്പെടുത്തി പറയാൻ പാടില്ല. KM മൗലവി അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ്. പക്ഷേ മുജാഹിദുകാർക്ക് ഔലിയ അങ്ങനെയുള്ള പരിപാടിയൊന്നും വച്ചു കൊണ്ടാടക്കലും മുകഴ്ത്തലൊന്നുമില്ല. ഔലിയാണെങ്കിൽ ആയിക്കോട്ടെ, അള്ളാഹ് നല്ല കാര്യം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് കബർ വെക്കലോ അതൊന്നുമില്ല. അതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. സത്യത്തിൽ അദ്ദേഹം വലിയാണ്. അത്ര സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നാണ് എന്നോട് ആ പക്കാ സുന്നിയായ മനുഷ്യൻ പറഞ്ഞത്. അദ്ദേഹത്തിന് KM മൗലവിയുടെ കൂട്ടുകാരനാരാണെന്ന് അറിയണ്ടേ? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട ഈ അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിതാവായിരുന്ന
പൂക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോട് അദ്ദേഹം എന്ത് പറയുന്നു അത് അദ്ദേഹം ബാഫക്കി തങ്ങൾ ചെയ്യും. ബാഫക്കി തങ്ങൾ തിരിച്ച് KM മൗലവിയോട് എന്ന് പറയണു അത് KM മൗലവി ചെയ്യും. അങ്ങനെ ഒരുമിച്ച് നിന്ന് ഒരു ലീഗിലും പ്രവർത്തിച്ചു, ചന്ദ്രികയും ഉണ്ടാക്കി. സർവോത്മന രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ എല്ലാ മേഖലയിലും ഒരുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ KM മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തതാണ് പാണക്കാട്ടുകാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈയിടെ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് ഈ അസുഖം തുടങ്ങിയിട്ടുണ്ട്. കാസിമി മാത്രമല്ല, വേറെയും ചില അല്ലറ ചില്ലറൊക്കെ ഒന്ന് കാട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് കുറേ അവന്മാർ. പാണക്കാട്ട് ഞങ്ങൾ അവിടെ പോകാൻ പാടില്ല, പാണക്കാട്ട് നമ്മൾ ഇവിടെ പാണക്കാട്ട് തങ്ങൾക്ക് അതിരും പരമ്പം തീരുമാനിക്കാൻ നിങ്ങളാരാ? പാണക്കാട് തങ്ങൾ ഏത് പുസ്തകം പ്രകാശനം ചെയ്യണം, ഏത് യോഗത്തിൽ പോകണം, ഏതെല്ലാം പരിപാടി ഉദ്ഘാടനം ചെയ്യണം തീരുമാനിക്കാൻ പാണക്കാട്ട് തങ്ങൾക്കറിയാം. അതിനുള്ള വിവേകം അവരുടെ വാപ്പ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജ്യേഷ്ഠന്മാർ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പൂർവികർ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കല്ലിടാത്ത, ഉദ്ഘാടനം ചെയ്യാത്ത എണ്ണം എടുത്തു നോക്കിയാൽ അവരെ കവർ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ? കല്ലിടലിലും ഉദ്ഘാടനത്തിലുമൊക്കെ ഹൈദരലി തങ്ങളെ കഴിയുമോ? അങ്ങനെയുള്ള നേതൃത്വത്തെ അങ്ങനെയുള്ളവരിൽ നിന്നും മാതൃകാപരമായ പെരുമാറ്റം കണ്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്തി മുത്തുനബിയുടെ കുടുംബമായി അതേ സിൽസിലയിൽ ജീവിച്ചു മുന്നേറുന്ന മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പ്രക്ഷോഭ കണ്ടിട്ട് ദഹിക്കുന്നില്ല അല്ലേ? ആ ആരവം കണ്ടിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ? തലയ്ക്കൊരു ചെകിടിപ്പ് പോലെ അവർ വരുമ്പോഴുള്ള ആരവവും, അവർ വരുമ്പോഴുള്ള കൈപിടിക്കാനുള്ള തിരക്കും, അവർ വരുമ്പോഴുള്ള അലേടിയും ഒക്കെ കണ്ടിട്ടങ്ങോട്ട് ദഹിക്കുന്നില്ല അല്ലേ മൊയ്ലിയാരെ? അതല്ലേ നിങ്ങൾക്കൊക്കെ പറ്റിയേക്കണ അസുഖം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, KM മൗലവിയെ നിങ്ങൾ നിന്ദിക്കാൻ പറ്റിയ ഒരു അക്രമിയായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അബ്ദുറഹ്മാൻ അങ്ങാടോ അങ്ങനെ പല എഴുത്തുകാരും പല ചിന്തകരും ഒക്കെ പറയുന്നതനുസരിച്ച് നോക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ഇനി അതിനേക്കാൾ ഉപരി ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു മഹാനായ ഒരു ഒലിയോ കൊള്ളാവുന്ന ഒരാളോ ശിഷ്യനായിട്ടുണ്ടെങ്കിൽ ആ ശിഷ്യന്മാർ ഒരുവൻ ഉസ്താദിന ഞങ്ങളുടെ ഉസ്താദിന് നീ പൊറുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ ദുആക്കുത്തരം കിട്ടുന്ന ശിഷ്യന്മാരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? അങ്ങനെ ദുആക്കുത്തരം കിട്ടുന്ന ഒരു ശിഷ്യനല്ലേ KM മൗലവിയുടെ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ എന്താ ഈ പറയുന്ന സുഹൃത്തെ കാസിമി? മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ്, ശംസുൽ ഉലമയോടൊപ്പം ദീർഘകാലം ഇരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ആരുടെ ശിഷ്യനാണെന്നറിയുമോ? അവർക്ക് ആരാണ് അറിവ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയുമോ? അവർക്ക് ആരാണ് കിതാബ് ചൊല്ലിക്കൊടുത്തതെന്ന് അറിയുമോ? മഹാനായ KM മൗലവിയാണ്. മഹാനായ KM മൗലവിയാണ് കിതാബ് ചൊല്ലിക്കൊടുത്തത്. KM മൗലവിയുടെ ശിഷ്യനാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ടും തീരുന്നില്ല. പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ അറിയോ? സമസ്തയുടെ നേതാവ്. കാസിമിക്ക് പരിചയം ഉണ്ടാവോ? സമസ്തയുടെ കാസിമി എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഇപ്പോൾ എന്ത് സമസ്ത, ഏതൊരു സമസ്ത? ഷജറയുടെ കൂടെയാണോ, അവിടെയാണോ, ഇവിടെയാണോ, ഏതോ വേറൊരു തരീക്കത്തിലാണെന്ന് പറയുന്നുണ്ട്. ആ തരീക്കത്ത് ഇവിടെ ആരും തന്നെ പണ്ഡിത ലോകം അംഗീകരിക്കുന്നതും അല്ല. അതിനു മുമ്പേ ഒരു പ്രസംഗം കേട്ടത് അലി റളിയല്ലാഹു അൻഹുവാണ് ഏറ്റവും മഹത്വം, അബൂബക്കർ സിദ്ദീഖ് ഒന്നുമല്ല എന്നാ. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ജിഫ്രി ഇടപെട്ടു. മുത്തുക്കോയ തങ്ങൾ ഇടപെട്ടുകൊണ്ട് കാസിമിയോട് പറഞ്ഞു, അങ്ങനെ പറയരുത്, അബൂബക്കർ സിദ്ദീഖിനേക്കാൾ കുറച്ച് കാണാൻ പാടില്ല, അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ മുകളിലേക്ക് എത്തിച്ച് പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, ഈ കാസിമിയുടെ പ്രസംഗത്തെ തിരുത്തി. കാസിമി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖും ഉമർ ഉസ്മാനും ഒന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബി അത് അലി റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖത്താറ സ്വഹാബി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽ മുർസലീന. അല്ലാഹു അംബിയാ മുർസലികൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഖത്താറലി മിൻഹുൽ അർബഅത അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി, ഇവർ വജഅലഹും ഖൈർ, എല്ലാവരും ഖൈറുൽ അഹ്ലികാരാണ്. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖാണെന്ന് യാതൊരു തർക്കവുമില്ല. ഷിയാക്കൾക്ക് മാത്രമേ തർക്കമുള്ളൂ.
2 ഉമറാണെന്ന് ആർക്കും തർക്കമില്ല, ഷിയാക്കൾക്ക് മാത്രമേ തർക്കമുള്ളൂ. 3 ഉസ്മാനാണ് ദിന്നൂറൈൻ, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല, ഷിയാക്കൾക്കേ തർക്കമുള്ളൂ. 4 അലിയാണ്, ആ അലിയാണ് 1ാമത്തെ ഖലീഫ, ഏറ്റവും പ്രധാനമുള്ളതെന്ന് പറയുന്നതും ഷിയാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം ഷിയായുടെ ഭാഗത്തേട്ടാണോ നിങ്ങളുടെ ചായ്വ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നും പറയാൻ ഞാനാണല്ല. ഏതായാലും പാണക്കാട്ടുകാർക്ക് അതിന് വരുമ്പൊന്നും നിശ്ചയിക്കണ്ട. പാണക്കാട്ടുകാർ അവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രകാശനം ചെയ്തത് അവരുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം ലോകത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെട്ട് നിയമസഭയിലും പാർലമെൻറ്റിലും പോകുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പ്രഥമ വൈസ് പ്രസിഡന്റ്, മരിക്കുന്നവരെ വൈസ് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുസ്തകം പ്രകാശനം ചെയ്തേ. അത് പ്രകാശനം ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനാണ് അവകാശം. അതാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അക്കാരണം പറഞ്ഞ് പാണക്കാട്ട് നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ള കുതിരകയറ്റം ഉണ്ടല്ലോ, അതൊക്കെ നിർത്ത് കാസിമി. പഴയ റൂട്ടിലേക്ക് പോകും. പഴയ റൂട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. SKSSFകാരുടെ ക്ലാസ്സും കോഴിക്കോട് റമദാൻ ക്ലാസ്സും ഒക്കെ നടത്തിയിരുന്ന ഒരു കാസിമി ഉണ്ടല്ലോ, ആ കാസിമിയാണ് ഞങ്ങൾക്കിഷ്ടം. ആ കാസിമിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ കാസിമിയാകാൻ ശ്രമിക്ക്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.